പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ഞാൻ അഷിക് ജോയ്. എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum do nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ദൈവകരുണയുടെ തിരുനാളാണ് ഈ ഞായറാഴ്ച നാം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ 1934 വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണോ ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കാൻ ഈശോ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഫൗസ്റ്റീന പറഞ്ഞത് പ്രകാരം യൂജിൻ കാസ്മിറോസ്കി എന്ന് പറയുന്ന ചിത്രകാരൻ 1934 ഈ ചിത്രം വരയ്ക്കുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു 90% ആൾക്കാരുടെ ഭവനങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലും ഈ ഒറിജിനൽ ചിത്രമല്ല ഉള്ളത്. അത് പിന്നീട് അഡോൾഫ് ഹൈലി എന്ന് പറയുന്ന വ്യക്തി വരച്ച, അതായത് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത് പ്രകാരമുള്ള ഒറിജിനൽ ഛായാചിത്രം വരച്ച് കഴിഞ്ഞ് പിന്നീട് 1943 അഡോൾഫ് എന്ന് പറയുന്ന വ്യക്തി വരച്ച ഛായാചിത്രമാണ് നമ്മുടെ പലരുടെയും ഭവനങ്ങളിലുള്ളത്. ഒറിജിനൽ ചിത്രം നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത കാലത്ത് പലരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 1934 വിശുദ്ധ ഫൗസ്റ്റീന ഈശോയെ നേരിട്ട് കണ്ടു. ഈശോ നേരിട്ട് കണ്ട ആ ചിത്രമാണത് നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ പ്രത്യേകത ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രത്യേകതയാണ്. ഈശോയുടെ തിരുമുഖം, ടൂറിനിലെ കച്ച നമുക്കറിയാം, ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുക്കച്ച. ആ തിരുക്കച്ചയിലുള്ള മുഖവും ദൈവകരുണയുടെ ഒറിജിനൽ ഛായാചിത്രത്തിലുള്ള മുഖവും തമ്മിൽ എക്സാക്റ്റ് മാച്ചാണ്. എന്നാൽ അഡോൾഫ് വരച്ച ചിത്രവും ഛായാചിത്രവും ഈശോയുടെ തിരുക്കച്ചയിലെ ചിത്രവും തമ്മിൽ മാച്ച് ആവുന്നില്ല. മറ്റൊന്ന്, ഒറിജിനൽ ഛായാചിത്രത്തിൽ ഈശോയ്ക്ക് പഞ്ചക്ഷതങ്ങളില്ല. എന്നാൽ അഡോൾഫ് വരച്ച ഛായാചിത്രത്തിൽ ഈശോയ്ക്ക് പഞ്ചക്ഷതങ്ങൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈശോയുടെ ഒറിജിനൽ ഛായാചിത്രത്തിൽ ഈശോ ഹൃദയത്തിൽ ചൂണ്ടിയല്ല നിൽക്കുന്നത്. ഈശോ തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തുണി അല്പം പൊക്കിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. തുണി പൊക്കിപ്പിടിക്കുമ്പോൾ ഹൃദയഭാഗത്ത് നിന്നും രശ്മികൾ പുറത്തോട്ട് വരുന്നു. ഇങ്ങനെയാണ് ഈശോ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഈശോയുടെ ആ ലോഹ പോലെയുള്ള വസ്ത്രം ഈശോ ഇങ്ങനെ പൊക്കിപ്പിടിക്കുന്നു, ഹൃദയഭാഗത്തുള്ള വസ്ത്രം ഹൃദയഭാഗത്ത്. എന്നാൽ അഡോൾഫ് വരച്ച ചിത്രത്തിൽ ഈശോ തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് അതിൽ ഇൻഡെക്സ് ഫിംഗർ പോയിൻ്റ് ചെയ്തിട്ടാണുള്ളത്, ഹൃദയഭാഗത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണുള്ളത്. രശ്മികളുടെ കളറിലും വ്യത്യാസമുണ്ട്. ഈ ഒറിജിനൽ ഛായാചിത്രത്തിൽ നല്ല ചുവപ്പൻ റേസ്, റെഡ് റേസാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൊരു പെയിൽ കളർ, അത് വെള്ളത്തെ സൂചിപ്പിക്കുന്നു, ചുവപ്പ് നിറം രക്തത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അഡോൾഫ് വരച്ച ചിത്രത്തിൽ അതൊരു റെഡ് കളർ അല്പം മങ്ങിയതും വെള്ളത്തിൻ്റെത് അല്പം നീല നിറത്തിലുമാണ് വരുന്നത്. പക്ഷേ ഒറിജിനൽ ഛായാചിത്രത്തിൽ അത് അല്പം യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു പെയിൽ കളറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂജിൻ കാസ്മിറോസ്കി 1934 ഈ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോഴും ഫൗസ്റ്റീന സംതൃപ്തി ആയിരുന്നില്ല. കാരണം ഈശോയെ എങ്ങനെയാണോ കണ്ടത് അതുപോലെയല്ല ഈ ചിത്രത്തിലുള്ളത്. കാരണം ഒരാൾക്കും ഈശോയെ കണ്ടതുപോലെ വരയ്ക്കാൻ സാധിക്കില്ല. കാരണം ഈശോ സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ ഈശോ പറഞ്ഞത്, ഈ ചിത്രത്തിൻ്റെ മഹത്വം അതിൻ്റെ നിറങ്ങളിലോ കലാപരമായ ഭംഗിയിലോ അല്ല, എൻ്റെ കരുണയിലാണ്. ഇതാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് നൽകിയ ഉത്തരം. അപ്പോൾ ഈ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈ ഒറിജിനൽ ഛായാചിത്രം വണങ്ങുന്നവർക്കാണ്, അല്ലെങ്കിൽ ആ 1934 വരച്ച ആ ഛായാചിത്രത്തെ പറ്റിയാണ് ഈശോ പറഞ്ഞത്, ഇത് വണങ്ങുന്നവർക്ക് ദൈവം കൃപകൾ വാഗ്ദാനം ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ ചിത്രം വണങ്ങുന്ന ആത്മാക്കൾക്ക് ഐ പ്രോമിസ് ദാറ്റ് സോൾ ദാറ്റ് വിൽ വെനറേറ്റ് ദിസ് ഇമേജ് വിൽ നോട്ട് പെറിഷ്. ഡയറി 42. ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരാത്മാവും നശിച്ചു പോവുകയില്ല എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തേത്, പ്രൊട്ടക്ഷൻ അറ്റ് ഔട്ട് ഓഫ് ഡെത്ത്.
I promise victory over enemies already here on earth, especially at the hour of death. I myself will defend it as my own glory. ഡയറി 48 തന്നെ. പ്രൊട്ടക്ഷൻ, മരണസമയത്തുള്ള പ്രൊട്ടക്ഷൻ, ശത്രുക്കളിൽ നിന്നും മരണസമയത്ത് ദൈവം പ്രത്യേകമായിട്ട് സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ചിത്രം വണങ്ങുന്നവർക്ക്. മൂന്നാമത്തേത് അബൻഡൻറ്റ് ഗ്രേസ്. ബൈ മീൻസ് ഓഫ് ദിസ് ഇമേജ് ഐ ഷാൽ ബി ഗ്രാൻഡിങ് മെനി ഗ്രേസസ് ടു സോൾസ്, സോ ലെറ്റ് എവറി സോൾ ഹാവ് ആക്സസ് ടു ഇറ്റ്. ഡയറി 570. ഈ ചിത്രം വണങ്ങുന്ന ആത്മാക്കൾക്ക് ദൈവം നിരവധി കൃപകൾ നൽകുമെന്നും പറയുന്നുണ്ട്. നാലാമത്തേത് എ വെസൽ ഓഫ് ട്രസ്റ്റ്. ഐ ആം ഓഫറിംഗ് പീപ്പിൾ എ വെസൽ വിത്ത് വിച്ച് ദേ ആർ ടു കീപ് കമ്മിങ് ഫോർ ഗ്രേസസ് ടു ദ ഫൗണ്ടൻ ഓഫ് മേഴ്സി. ദാറ്റ് വെസൽ ഈസ് ദിസ് ഇമേജ് വിത്ത് എ സിഗ്നേച്ചർ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. അതായത് ഈ ചിത്രം ഒരു കൃപയുടെ ഒരു ഫൗണ്ടെയിൻ പോലെയായിരിക്കും എന്ന്, കൃപ ഒഴുകുന്ന ഒരു ഫൗണ്ടെയിൻ പോലെയായിരിക്കും ഈ ചിത്രം. അതിനടിയിൽ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, യേശുവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പും ഉണ്ടായിരിക്കും എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈശോ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നോക്കാം. കാരണം 1943 അഡോൾഫ് ഈ ചിത്രം വരച്ചത്. ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. അഡോൾഫ് ഈ ചിത്രം വരച്ചത് അന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് ആശ്വാസത്തിനായിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ചിത്രമാണിത്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് വളരെയധികം പ്രശസ്തി കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ചിത്രം നമ്മുടെ റൂമിൽ പോലും എത്തിയത്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന മരിച്ചു കഴിഞ്ഞ് ഫൗസ്റ്റീന പറഞ്ഞത് പ്രകാരമല്ലാതെ വരച്ച ചിത്രമാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഡിക്റ്റേറ്റ് ചെയ്ത് വരപ്പിച്ച ചിത്രമാണ് 1934 ചിത്രം. ജസ്റ്റ് ഒരു സിമിലാരിറ്റി ഞാൻ പറയാം. 1934 1934 അന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന ഈ ചിത്രം വരപ്പിച്ചത്. ഫൗസ്റ്റീന നേരിട്ട് പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് ഈ ചിത്രകാരൻ വരപ്പിച്ചത്, യൂജിൻ കാസ്പെറോസ്കി. 1934 യോഹന്നാൻ്റെ സുവിശേഷം 1934, അതായത് 19-ാമത്തെ 34-ാം വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ആക്ച്വലി ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം ഞാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് 1934 1934 34-ാം വചനം. ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം, നമുക്കറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന മരിച്ചു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ചിത്രം വരച്ചിട്ടുള്ളത്. പക്ഷേ അത് തെറ്റാണെന്നല്ല. അതായത് നമ്മളെപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് ഈശോയുടെ സിഗ്നേച്ചറുള്ള, ഈശോ നേരിട്ട് കണ്ട, വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് സംസാരിച്ച് ഈശോയും വിശുദ്ധ ഫൗസ്റ്റീനയും തമ്മിൽ സംസാരിച്ച് വരപ്പിച്ച ചിത്രത്തിനല്ലേ പ്രാധാന്യം ഉറപ്പായിട്ടും കൂടുതലായിട്ടുണ്ടാവുക. ഇതിനെപ്പറ്റി ഈശോ തന്നെ പരിശുദ്ധ കന്യകാമറിയം സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജോർജി ഷോബി എന്ന് പറയുന്ന ഒരു ബാലൻ, മാതാവും ഈശോയും പല വിശുദ്ധരും, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ റോക്കി പുണ്യാളൻ, മദർ തെരേസ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ പത്രോസ് ലീഹ, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അങ്ങനെ തുടങ്ങിയ നിരവധി വിശുദ്ധർ, വിശുദ്ധ ഷാർബൈൽ മക്ലോഫ്, ഇങ്ങനെ നിരവധി വിശുദ്ധർ പ്രത്യക്ഷപ്പെട്ട സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പയ്യനാണ് ജോർജി ഷോബി. ആ ജോർജി ഷോബിക്ക് ലഭിച്ച ഒരു കാത്തലിക് ഡിവോഷനാണ് ദൈവകരുണയുടെ മാതാവ്. ഈ കാണുന്ന ചിത്രം ആ സന്ദേശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങളാണ് ഇത്. അതായത് മാതാവ് ആ കുട്ടിക്ക് കൊടുത്ത സന്ദേശം മാത്രമാണ് ഇതിലുള്ളത്. അടുത്ത ശനിയാഴ്ച, അതായത് ദൈവകരുണയുടെ ഞായർ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയാണ് ദൈവകരുണയുടെ മാതാവിൻ്റെ തിരുനാൾ. അതും സ്വർഗം ആവശ്യപ്പെട്ട പ്രകാരമുള്ള തിരുനാളാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. 2022 ഓഗസ്റ്റ് മാസം 17-ാം തീയതി രാത്രി 9:19 ജപമാല നാഥയായ സമാധാന രാജ്ഞി. ഈ ജപമാല നാഥയായ സമാധാന രാജ്ഞി എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതെവിടെയാണ്? ഫാത്തിമയിലാണ് മാതാവ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാത്തിമ മാതാവാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. അന്ന് ജപമാല നാഥയായ സമാധാന രാജ്ഞി ജോർജി ഷോബിക്ക് കൊടുത്ത മെസ്സേജ് ഇപ്രകാരമാണ്: ദൈവകരുണയെക്കുറിച്ചുള്ള തർക്കത്തെയും ഛായാചിത്രത്തെയും കുറിച്ചുള്ള വിവാദങ്ങളെയും ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എൻ്റെ മകളായ വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ച ദൈവകരുണയുടെ യഥാർത്ഥ ഛായാചിത്രം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പം മാതാവ് ആഗ്രഹിക്കുന്നത് അന്ന് ഫൗസ്റ്റീന ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ഈശോ പറഞ്ഞത് പ്രകാരം വരച്ച ഛായാചിത്രമാണ്. അതിലെ അവൻ്റെ നോട്ടം കുരിശിൽ കിടക്കുന്ന അതേ നോട്ടമാണ്. മാതാവ് പറയാണ്, ഈ ഫൗസ്റ്റീന വരപ്പിച്ച ആ ഒറിജിനൽ ഛായാചിത്രത്തിൽ ഈശോയുടെ നോട്ടം
ഈശോ കുരിശിൽ കിടക്കുമ്പോഴുണ്ടായ അതേ നോട്ടമാണ്. മാതാവ് തുടരുകയാണ്, ഞാൻ കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്നതാണ്, എനിക്ക് അവൻ്റെ ആ നോട്ടം നന്നായി അറിയാം. ആദ്യം വരച്ചതിൽ നിന്ന് കൂടുതൽ മാറ്റം സംഭവിച്ചാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഛായാചിത്രത്തിൽ വന്നു നിൽക്കുന്നത്. മാതാവ് തന്നെ പറയുന്നു, ഒരുപാട് മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ നിലവിൽ ആ രണ്ടാമത്തെ 1943 വരച്ച ഛായാചിത്രം വന്ന് നിൽക്കുന്നത്. കണ്ട വ്യക്തി തന്നെ പറഞ്ഞ് വരപ്പിച്ചത് പ്രതിഷ്ഠിക്കുമ്പോൾ അതിലല്ലേ കൂടുതൽ സത്യമുണ്ടാവുക? മാതാവ് ചോദിക്കുകയാണ്, കണ്ട വ്യക്തി വിശുദ്ധ ഫൗസ്റ്റീന തന്നെ പറഞ്ഞു വരപ്പിച്ചത് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അതിലല്ലേ കൂടുതൽ സത്യമുണ്ടാവുക? മാതാവ് നൽകിയ മെസ്സേജാണ്. ഞാൻ ജപമാല നാഥയായ സമാധാന രാജ്ഞി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവകരുണയുടെ മാതാവിനെ വെളിപ്പെടുത്തി തരുവാനാണ്. ഞാൻ ദൈവകരുണയുടെ മാതാവാണ്. ദൈവകരുണയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച ദൈവകരുണയുടെ മാതാവിൻ്റെ തിരുനാളായി ആചരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇതിനെപ്പറ്റി ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് സാറ്റർഡേ. അപ്പോൾ ഇവിടെ മാതാവ് വ്യക്തമായി പറയുകയാണ്, മാതാവിൻ്റെ ആഗ്രഹം ഒറിജിനൽ ചിത്രം നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ വീട്ടിൽ വെക്കണം എന്നാണ്. ഇനി നമ്മൾ പോകുന്നത് ദൈവകാരുണ്യയുടെ തിരുനാളിൻ്റെ പ്രത്യേകതയെ പറ്റിയിട്ടാണ്. ദൈവകാരുണ്യയുടെ മാതാവിൻ്റെ തിരുനാളിൽ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രോമിസുകൾ: 1. കംപ്ലീറ്റ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. ഡയറി 699 പറയുന്ന പ്രകാരമാണ്, ഓൺ ദാറ്റ് ഡേ ദ വെരി ഡെപ്ത്സ് ഓഫ് മൈ ടെൻഡർ മെർസി ആർ ഓപ്പൺ. I pour out a whole ocean of graces upon those souls who approach the fount of my mercy. The soul that will go to confession and receive Holy Communion shall obtain complete forgiveness of sins and punishment. അന്നേ ദിവസം പരിശുദ്ധ കുർബാന കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണമായ പാപമോചനം, അതായത് പാപം ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു ടെമ്പററി പണിഷ്മെൻറ്റും ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്, കാലിക ശിക്ഷ. അപ്പോൾ പാപത്തോടൊപ്പം ഈ പണിഷ്മെൻറ്റും കാലിക ശിക്ഷയും പൂർണ്ണമായിട്ടും ദൈവം അന്നേ ദിവസം മോചിപ്പിക്കുന്നു. അതായത് ദണ്ഡവിമോചനവും കൂടെ നമുക്ക് ലഭിക്കുന്നു അന്നേ ദിവസം. പൂർണ്ണ ദണ്ഡവിമോചനം കൂടെ ലഭിക്കുന്നു. നമ്മുടെ മുഴുവൻ പാപങ്ങളും പാപകടങ്ങളും ദൈവം ക്ഷമിക്കുന്ന ദിവസമാണെന്ന്. അതായത് കുറച്ചുകൂടെ നമ്മൾ അക്യുറേറ്റായിട്ട് പറഞ്ഞാൽ മാമോദീസയുടെ സമയത്ത് ലഭിച്ച ആ ദൈവിക വരപ്രസാദം നമുക്ക് തിരികെ ലഭിക്കുന്നു. രണ്ടാമത്തെ പ്രോമിസ്, അബൻഡന്റ് ഗ്രേസസ് ഫോർ ഓൾ. The floodgates of my mercy are open. I pour out a whole sea of graces upon those souls who approach the fount of my mercy. ഡയറി 699. കൃപകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അന്നേ ദിവസം ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മറി ഇങ്ങനെയാണ്: അന്നത്തെ ദിവസം പരിശുദ്ധ കുർബാന കുമ്പസാരിക്കാം, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ദൈവകരുണയുടെ ചിത്രം വണങ്ങുക, മറ്റുള്ളവരുടെ കരുണയായിരിക്കുക, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. അപ്പോൾ എല്ലാവർക്കും ദൈവകരുണയുടെ നല്ല ഒരു തിരുനാൾ ഞാൻ ആശംസിക്കുകയാണ്. ദൈവകരുണയുടെ ഒറിജിനൽ ചിത്രത്തിൻ്റെ ലഭിക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാൻ പറ്റുമോ നോക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്ടാത്തുൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.